Watch full episodes on Jio Hotstar. ഈ മനുഷ്യർ എനിക്ക് ഇനി ഒരു ജോലിക്കും ഉപകരിക്കില്ല. ഇവരെ കൊണ്ട് ഒരു ജോലി പോലും നടക്കില്ല. അതുകൊണ്ട് റോബോസ്, ഇവരെ നമുക്കങ്ങ് തീർത്തേക്കാം. അടുത്ത 1 മണിക്കൂറിനകം ഈ മുഴുവൻ ലോകം എന്റെ കൈക്കലാക്കും. എന്നിട്ട് ഈ സമയം എന്നേക്കും എന്റേത് മാത്രമായി മാറും. എനിക്ക് ടൈം സോൺ മുന്നോട്ടും പുറകോട്ടും എങ്ങനെ വേണേലും ആക്കാം. സൂപ്പറായിട്ട് ജോലി ചെയ്തു. ഈ ലോകം കൈക്കലാക്കിയാൽ അങ്ങ് തന്നെയാണ് പിന്നെ രാജാവ്. പക്ഷെ ഒരു കാര്യം, ആരെങ്കിലും നമ്മളെ ഒന്ന് തടയാൻ നോക്കിയാലോ? ആ ശിവയെ പോലെ. അതാ മിണ്ടാണ്ടിരിക്കെ ടൈം ഔട്ട്. എന്റെ ദൃഷ്ടി എല്ലായിടത്തും പതിയുന്നുണ്ട്. എന്റെ സൂത്രധാരന്മാര് എന്നെ എല്ലാ കാര്യവും അറിയിക്കുന്നുണ്ട്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇവിടെ നിന്നോണ്ട് ഇവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ജോലിയെല്ലാം നടക്കുന്നുണ്ടോ അതും ഒന്ന് നോക്കണം. ഞാൻ ഇനി ടൈം ടവറിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ശിവയോ, ഇതെങ്ങനെയാ സാധിക്കുക? ഞാൻ എങ്ങോളം ടൈം സോണിൽ വന്നു. അറ്റാക്ക് ചെയ്യൂ റോബോട്ട്സ്. ദേവാ, എന്തെങ്കിലും ട്രിഗർ ഉണ്ടാവും. നീ ചെന്ന് നോക്ക്. മുത്തശ്ശനെ നമുക്ക് എല്ലാരെയും പിടിയിക്കണ്ടേ? എനിക്കറിയാം. റിമോട്ട് ആ മെഷീന്റെ റെഡ് ടാബിലുണ്ട്. പെട്ടെന്ന് ചെന്ന് അതിൽ പ്രസ് ചെയ്യേ. ഓക്കെ. ശിവ, എന്റെ മോനെ, ഇത്ര വർഷം എവിടെയായിരുന്നു? മുത്തശ്ശ, ശരിക്കും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇത്രയധികം വർഷമാകുമെന്ന്. ഒരുപാട് കൂടിപ്പോയി. ഞാൻ വെറുതെ വിടില്ല. റോബോട്ട്സ് അറ്റാക്ക്! എല്ലാവരെയും കൊന്നു കളഞ്ഞേക്ക്. ശിവ, സൂക്ഷിക്കണം മോനെ. വരൂ, എല്ലാരും വേഗം കയറിയിരിക്കൂ. എല്ലാരും പെട്ടെന്ന് വേനകത്തേക്ക് കയറ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. ശിവ, വേഗം വേനിലേക്ക് കയറൂ. വേഗം അവരെ പിടിക്കൂ.
ദേവാ, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ടൈം ടവറിന്റെ അടുത്ത് എത്തേണ്ടതാണ്. അവര് നമ്മുടെ പുറകെ വരികയാണ്. വേഗം ആവട്ടെ. ശരി. ശിവ, ആ ചെറുക്കനാരാ? ശിവ, ശിവ. രേവ, വണ്ടി നിർത്ത്. ദേ ഒരു ചെറുക്കൻ വരുന്നത് കണ്ടില്ലേ? നോക്കട്ടെ. വേഗം ഓട്ടെ രേവ, വേഗം ഓടിക്കേ. താങ്ക് ഗോഡ് ശിവ, നീ വന്നല്ലോ. പെട്ടെന്ന് തന്നെ വേണ്ട അകത്തേക്ക് കേറ്. അല്ല, നീ ആരാ? ഞാൻ ജോണിയാണ്, പ്രൊഫസർ ബോട്ടണിക്കിന്റെ ഫാൻ. ഓർമ്മയുണ്ടോ? വേഗം വരൂ.
തന്നെ ഓരോന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഫോളോ മീ. പെട്ടെന്ന് വാ, വഴിയിൽ ആരുമില്ല. വേഗം ലിഫ്റ്റിൽ കയറ്, വാ. നമുക്കിനി 10th ഫ്ലോറിൽ പോവാം. ജോണി, ആ റോബോട്ടിനെ തടഞ്ഞ് നമുക്ക് അകത്തേക്ക് വരാൻ സാധിക്കില്ലായിരുന്നു. അതുമല്ലാതെ ഗേറ്റിന്റെ അകത്തേക്ക് റോബോട്ട്സിന് മാത്രമേ വരാൻ സാധിക്കൂ. അല്ല, നിനക്കെങ്ങനെ അറിയുന്ന 10ാമത്തെ ഫ്ലോറിലാണ് ടൈം മെഷീൻ ഉള്ളതെന്ന്? അതുമല്ലാതെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് എത്ര പെട്ടെന്ന് നമ്മൾ എത്തിയത്? അതുമല്ലാതെ എല്ലാ കാര്യങ്ങളും എവിടെയാണെന്ന് കൃത്യമായി നിനക്ക് നേരത്തെ അറിയാമെന്നും തോന്നുന്നു. അവസാനം ഉറങ്ങിക്കിടന്ന ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിശയം തന്നെ. അല്ല, നീ എന്താ ശിവയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കാരണം ജോണി നമ്മുടെ കൂട്ടുകാരനല്ല, ശത്രുവാണ്. നമ്മളെല്ലാവരെയും ക്രൈം ടൈമിന്റെ വലയിലാക്കാനാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ ഇവരെതിരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? പറ. മാറി നിൽക്കടാ തടിയാ. Watch India's largest kids library only on Jio Hotstar. Download the app now.